റജുലുൻ വേറൊരാൾ ആറാമത്തെ ആൾ അഴകും പ്രതാപവും ഉള്ള ഒരു പെണ്ണ് അവനെ വ്യഭിചരിക്കാൻ ക്ഷണിച്ചു. ഏതോ അങ്ങാടി തണ്ടി പെണ്ണല്ല, ദാത്തു മൻസബിൻ തറവാട്ടുകാരി, ജമാല് കത്തുന്ന അഴക്, കൊതിച്ചും അവളെ കെട്ടാൻ കൊതിച്ചു, അങ്ങനത്തെ പെണ്ണ് വ്യഭിചാരത്തിന് ക്ഷണിച്ചു. ഫഖാല, അപ്പോൾ അവൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ റബ്ബുൽ ആലമീൻ, എനിക്ക് പടച്ചോനെ പേടിയാ, ഞാൻ വണ്ടി വന്നു, ഈ വേറെ ആളെ പോയിക്കോ, എന്നെ കിട്ടില്ല. അതാണ് ആറാമത്തെ ആൾ. ഏഴാമത്തെ ആളാരാ? ഇവരൊന്നും ദോഷം ചെയ്യാത്തവരാ. ഏഴാമത്തെ ആളാരാ? ഉറച്ചുൽ. ഈ ആളുകളൊന്നും ദോഷം എന്നറിയിപ്പ് ഹദീസിലില്ല. എന്നാൽ ഏഴാമത്തെ ആളാരാ? ഉറച്ചുൽ. ഏഴാമത്തെ ആൾ ഒരാളാണ്. അള്ളാനെ ഓർത്തു, ഖാലിയൻ, ഒറ്റക്കിരുന്നിട്ട് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. അതായത് ഞാൻ അള്ളാഹു എനിക്ക് ചെയ്ത നിഅമത്തും ഞാൻ അള്ളാഹുവിനോട് ചെയ്ത തിരിച്ചുള്ള എതിരും ഞാൻ ചെയ്ത ഹറാമും അള്ളാഹ് ചെയ്ത നിഅമത്തും ഓർത്തപ്പോഴത്തിന് അവൻ ഫഫാലത്ത് ഐന, അവിടെ റസൂലുള്ളാഹിയുടെ ഹദീസ് കരഞ്ഞു എന്നല്ല, അവൻ്റെ കണ്ണ് പൊട്ടിച്ചാടിന. അതായത് ഖൽവത്തിലിരിക്കുക. റമദാനിൽ പഴയകാലത്ത് മോമിനിയങ്ങൾ പൊന്നാനി പള്ളിയിൽ ഖൽവത്ത്, പഴയകാലത്തെ പള്ളികൾക്കൊക്കെ ഖൽവത്തിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു, കണ്ടിട്ടില്ലേ? ഒരാൾക്ക് മാത്രമേ ഇരിക്കാവുന്ന മുറികൾ, അതാണ് ഖൽവത്ത്. ഖൽവത്തിൻ്റെ മുറികൾ ഉണ്ടായിരുന്നു പഴയകാലത്ത്. രണ്ടാൾക്ക് ഒരാൾ ഒറ്റയ്ക്ക് കയറി അവിടെ ഇരിക്കും, അയാളൊരു പായിട്ട് അവിടെ ഇരിക്കും. റമദാൻ മാസത്തിലൊക്കെ ആളുകൾ ഇഅ്തികാഫിലും ഖൽവത്തിലിരിക്കും, പള്ളിൻ്റെ ഉള്ളിൽ ഖൽവത്തിലിരിക്കും. ഒരാൾക്ക് ഒറ്റയ്ക്ക്, ഇയാൾ കരിച്ചിലും പീച്ചിലും കരിച്ചിലും ആരോട് പറയും? അല്ലാ. പിന്നെ മനസ്സിന് ശാന്തത കിട്ടും. അത് മുക്കല്ലഫായ അബ്ദിൻ്റെ ഒരു മനസ്സിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹിൻ്റെ ഒരു കാറ്റടിച്ചതായിരിക്കും. അപ്പോൾ അവനെ ഒന്ന് പോയും ചെയ്തു. അതിൻ്റെ അർത്ഥം അള്ളാഹ് ഒരു സന്തോഷം അവന് കൊടുക്കുകയാണ്, ഞാൻ പൊറത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ഇൽഹാമ പോലെയാണ്. തിരിഞ്ഞിട്ടില്ല. കരഞ്ഞ് 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 കുറേ നേരം കരഞ്ഞപ്പോൾ പിന്നെ കരച്ചിലുണ്ടായില്ല. പിന്നെ റായത്തായി കണ്ണൊക്കെ തുടച്ചിട്ട് പോന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഒരാശ്വാസം ആര് തന്നു? ഇതെന്താണ്? ഞാൻ നിനക്ക് പുറത്തിട്ടുണ്ട് അടിമേ എന്ന ഒരു കാറ്റ് എൻ്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല അടിച്ചു കൊടുത്തു. അതൊരു ഇൽഹാമാണ്. പിന്നെ പുറത്ത് വന്നിട്ട് പിന്നെ ഓനെന്നല്ല, പിന്നെ പുറത്ത് ആളുകളുണ്ട്. അന്ന് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ചായയും ചോറും കൊടുക്കലും എല്ലാവരൊപ്പം ചിറിയും കളിയും. നേരത്തെ ബനന്നെയല്ല, ഇത് വേജാറണ്ട. എൻ്റെ കൽബിലേക്ക് അള്ളാഹു തആല കരഞ്ഞ നേരത്ത് അള്ളാഹ് ഒരു ലാസ്റ്റ് ഒരു റാഹത്ത് ഇട്ട് തന്നിട്ടുണ്ടോ? ആ റാഹത്ത് അള്ളാഹിൻ്റെ ഒരു അറിയിപ്പ. ഇത് വേജാറാണ്ട് കേട്ടോ, ഞാനത് പുറത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞത് മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാറുണ്ടോ? ഇപ്പം നമ്മൾ കരയിലുണ്ട്, പക്ഷെ കരച്ചിൽ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ആ കരച്ചിൽ കഴിയുമല്ലോ, പിന്നെ ചെറിയും കളിയായി ആണോ അല്ലേ? അത് ഞാൻ ദോഷം വിചാരിക്കണ്ട, ആ റബ്ബിൻ്റെ ഒരു അറിയിപ്പാണ്, ബേജാറാണ് കേട്ടോ എന്ന്. ആ കരച്ചിൽ ആത്മാർത്ഥമാണെങ്കിൽ കബൂലും ആത്മാർത്ഥമായിരിക്കും. പിന്നെ ഓൻ തന്നെയല്ല, അന്ന് വൈകുന്നേരം അങ്ങോട്ടും കൊടുക്കലും ഭത്തൊക്കെ മരത്തന്നെ പിടിച്ചൊറിക്കലും തമാശയും കളിയും, അത് റബ്ബിൻ്റെ സന്തോഷമാണ്. ഇത് നോമ്പ് കഴിഞ്ഞാൽ വരുന്നതാണല്ലോ. മനസ്സിലായോ പറഞ്ഞത്? പക്ഷെ ആ സമയം ഖൽവത്തിലിരിക്കണം. ഖൽവത്ത് നല്ലതാ. ഈ നോമ്പ് എന്നിട്ട് ഖൽവത്തിലിരുന്നവർക്ക് സ്വന്തം മുറിയിലൊന്ന് വാതിലടച്ചിരിക്കുക. കക്കൂസില്ലാത്ത മുറിയായാൽ നല്ലത്. അറ്റാച്ച്ഡ് ആകരുത്. അറ്റാച്ച്ഡിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആരുണ്ടാവും? ചെയ്ത്താണ്ടാവും. അറ്റാച്ച്ഡ് അല്ലാത്ത മുറിയും വീട്ടിൽ വേണം. അറ്റാച്ച്ഡ് മുറി വന്നതിനെ നാട് നാശായപ്പോഴാണ്. ഖൽവത്ത് പറഞ്ഞാൽ ഏകാന്തത. ഏകാന്തത, അതാണ് ഖൽവത്ത്. ഖൽവത്തിൽ ആണും പെണ്ണൊക്കെ ഇരിക്കണം. അതിൻ്റെ അർത്ഥങ്ങൾ മുറി ഉണ്ടാക്കിയിരിക്കണം എന്നല്ല. ഉദാഹരണം, ഭർത്താവ് തൊഴിലിന് പോയാൽ പെണ്ണിനൊരു സമയം കിട്ടുമല്ലോ, ഓളൊറ്റക്ക്. അപ്പോൾ ഒരു അടിച്ചു വാരിച്ചൊക്കെ തുടക്കലൊക്കെ പിന്നെയാക്കുക. ചിലപ്പോൾ അത് കഴിയും വേഗം ചെയ്ത് ഇത് വന്നും കെട്ടിയെടുക്കുക. എന്ത് ചെയ്യുക? മുറിക്ക് വാതിലടച്ചു, ഞാനും പ്രവേശനമല്ല, കരിഞ്ഞു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. ഇനി ഓനും അങ്ങനെ ഇരും. ഓൻ പോണതിൻ്റെ അടിയിൽ ഒരു വൈക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പള്ളി കണ്ടപ്പോൾ ളുഹാ നിസ്കരിക്കാൻ അവിടെ കയറി. അവിടുത്തെ പള്ളിയിൽ ഒരു മനുഷ്യല്ല. അപ്പോൾ കരിഞ്ഞു. അത് കരിഞ്ഞു, പെരുങ്കരച്ചിലാണ് കരിഞ്ഞു. മനസ്സിലായില്ലേ? ആരുമില്ല, ഒന്നുമില്ല, അത് കരിഞ്ഞു. അത് ഖൽവത്താണ്. മുറി ചെറുതാണെന്നൊന്നുമില്ല, ഒരു ഖൽവത്താണത്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഉറങ്ങി ഒറ്റക്കെണീറ്റു, കുളിക്കണമെങ്കിൽ കുളിച്ചു, ഉളുക്കണമെങ്കിൽ ഉളുടുത്തു, വന്നു. മനസ്സിലായില്ലേ? കരിഞ്ഞു. ആ ഖൽവത്ത് അവിടെ അള്ളാഹ് എൻ്റെ മനസ്സൊക്കെ ഒരു അങ്ങനെ വീശി അടിച്ചു തരും, ഒരു സന്തോഷം. എൻ്റെ കരച്ചിൽ ആത്മാർത്ഥാണെങ്കിൽ അതിൻ്റെ സമയമാണ് ഇപ്പോൾ. ഖൽവത്ത് വേണം. ഖൽവത്ത് ഉണ്ടായ ആ മനുഷ്യൻ മുഅ്മിനാവും. ഖൽവത്ത് നിർബന്ധമാണ് ദിവസം.
അല്ല ഞാൻ പറയട്ടെ, 7 ആൾക്ക് അർശിൻ്റെ തണൽ കിട്ടും. നിങ്ങൾ ഉഷാറിലാണോ അല്ലേ അതോ ഉറങ്ങാണോ? ഉറങ്ങാണെങ്കിൽ അങ്ങനെ പറയാം, നമുക്കൊക്കെ ഉറങ്ങാം. നല്ല ഉഷാറിലല്ലേ കയറിയിരിക്കും. നീ അവസാനത്തെ 10 വയലറി എനിക്ക് തീരെ ഇഷ്ടമില്ല, പിന്നെ പറയല്ല, നിർവാഹമില്ല. എൽമ പറഞ്ഞു കൊടുത്താൽ ജനം ശ്രദ്ധിക്കണ സമയം. എന്തുകൊണ്ട് അവസാനത്തെ 10 രാവിലെയൊക്കെ മനുഷ്യന്മാർ ഉറങ്ങും. തലേന്നൊക്കെ ഇരുന്നിട്ടുണ്ടാവും, പിന്നെ നേരത്തെ ഉറങ്ങും. ഉച്ചനേശം മനുഷ്യന്മാർക്ക് നേരമല്ല. ഇപ്പോൾ രാവിലെ വയലറുണ്ട്, അത് ജനങ്ങൾ ഉറങ്ങും, സദസ്സിൽ ഇരുന്നുറങ്ങും. 7 നിങ്ങൾ നല്ല ഉഷാറിലാണെങ്കിൽ ഞങ്ങൾക്ക് രഹസ്യം പറഞ്ഞുതരാം. രഹസ്യമല്ല, ഞാൻ ആ ഹദീസ് ഇങ്ങോട്ട് പൊട്ടിച്ചേരുകയാണ്. 7 ആൾക്ക് അർശിൻ്റെ തണൽ ലഭിക്കും. അത്രയും വലിയ VIP അല്ലേ, അള്ളാൻ്റെ അടുക്കലെ VIP, ദുനിയാവിലെ VIP അല്ല. അർശിൻ്റെ തണലേറെ നിസാര പടച്ചോനെ അള്ളാഹു നമുക്ക് തരട്ടെ. അതിൽ 7 ആളുണ്ട്. 7ാമത്തെ ആളാരാ? മറ്റൊന്നും പറയണ്ട. 7ാമത്തെ ആളാരാ അറിയോ? ഞാൻ പറഞ്ഞുതരാം. رجل ورجل ذكر الله خاليا ففاضت عيناه. ورجل ورجل ذكر الله خاليا ففاضت عيناه. إمام عادل وشاب نشأ في عبادة الله ورجل قلبه معلق بالمسجد ورجلان تحابا في الله اجتمع عليه وافترقا عليه ورجل تصدق بصدقة لا يعرف يمينه شماله ورجل دعته امرأة ذات منصب وجمال فقال إني أخاف الله رب العالمين ورجل ذكر الله خاليا ففاضت عيناه. 7 വിഭാഗത്തിന് അർശിന്റെ തണൽ കിട്ടും. 1 ഇമാമുൻ ആദിലുൻ, നീതിമാനായ നേതാവ്, മുന്നിരിക്കുന്ന ആള്, സെക്രട്ടറി, പ്രസിഡന്റ് ഒക്കെ പെടും. ഇബാദത്തില്ല, ചെറുപ്പം മുതലേ ഇബാദത്ത് വിടാതെ വളർന്ന് മരിച്ച യുവാവ്. റജുലുൻ ഖൽബുഹു മുഅല്ലഖ് ബിൽ മസ്ജിദ്, ഒരാൾ അവൻ്റെ ഹൃദയം പള്ളിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്, അങ്ങനെ ജീവിച്ചവൻ. അവൻ്റെ ഹൃദയം എവിടെയാണ് കെട്ടിയിരിക്കുന്നത്? പള്ളിയിലാണ്. അങ്ങനെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല. 3 4 റജുലാനി, 2 ആള് തഹബ്ബ ഫില്ല, അവർ സ്നേഹിച്ചത് അല്ലാഹുവിന് വേണ്ടിയാണ്. അവർ പരസ്പരമുള്ള വരുമാനം കൂട്ടലോ മറ്റൊന്നല്ല. മൂപ്പരപ്പം കൂടി അവർ വരുമാനം കൂടുന്നു, അതൊന്നല്ല ലക്ഷ്യം. പിന്നെ എന്തിനാ കൂടിയത്? അള്ളാഹിനെ പറ്റി ഓനെ കൂട്ടി അള്ളാഹ്ക്ക് വേണ്ടി ചില പണിയെടുക്കാം, ഓണ്ടായ നല്ലതാ. ഇപ്പം എത്ര ആളായി? 4. വേറൊരാൾ ഒരു സ്വദഖ കൊടുത്ത്, 5ാമത്തെ ആൾ ലാ യഅരിഫു യമീനഹു ശിമാലു, വലത്തെ കൈ കൊടുത്തത് ഇടത്തെ കൈ അറിയുകയില്ല, അതാണ് 5ാമത്തെ ആൾ. 6. റജുലുൻ വേറൊരാൾ, 6ാമത്തെ ആൾ അഴകും പ്രതാപവും ഉള്ള ഒരു പെണ്ണ് അവനെ വ്യഭിചരിക്കാൻ ക്ഷണിച്ചു. ഏതോ അങ്ങാടി തെണ്ടി പെണ്ണല്ല, ദാത്തു മൻസബിൻ, തറവാട്ടുകാരി, ജമാലിൻ, കത്തുന്ന അഴക്, കൊതിച്ചു, അവളെ കെട്ടാൻ കൊതിച്ചു, അങ്ങനത്തെ പെണ്ണ് വ്യഭിചാരത്തിന് ക്ഷണിച്ചു. ഫഖാല, അപ്പോൾ അവൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്ക് പടച്ചവനെ പേടിയാ, എന്നെ വണ്ടി വന്നു, ഈ വേറെ ആളെ നോക്കിക്കോ, എന്നെ കിട്ടൂല. അതാണ് 6ാമത്തെ ആൾ. 7ാമത്തെ ആളാരാ? ഇവനൊന്നും ദോഷം ചെയ്യാത്തവരാ. 7ാമത്തെ ആളാരാ? ഉറജുൽ. ഈ ആളുകളൊന്നും ദോഷം എന്നറിയിപ്പ് ഹദീസിലില്ല. എന്നാൽ 7ാമത്തെ ആളാരാ? ഉറജുൽ. 7ാമത്തെ ആൾ ഒരാളാണ്. അള്ളാനെ ഓർത്തു, ഖാലിയൻ, ഒറ്റക്കിരുന്നിട്ട്, പൊട്ടി കരഞ്ഞു. അതായത് ഞാൻ അള്ളാഹു എനിക്ക് ചെയ്ത നിഅമത്തും ഞാൻ അള്ളാഹുവിനോട് ചെയ്ത തിരിച്ചുള്ള എതിരും ഞാൻ ചെയ്ത ഹറാമും അള്ളാഹ് ചെയ്ത നിഅമത്തും ഓർത്തപ്പോഴത്തെ അവൻ അവിടെ റസൂലുള്ളാഹിന്റെ ഹദീസ് കരഞ്ഞു എന്നല്ല, അവൻ്റെ കണ്ണ് പൊട്ടിച്ചാടിന. അതായത് കരഞ്ഞാൽ വെള്ളങ്ങനെ വന്നിട്ട് അവൻ്റെ കണ്ണിന് താഴെ ചാടുമെന്ന് പേടിയാ. ആജാതി കരച്ചിലായിരുന്നു. അതിന് കരയാൻ പറ്റിയ സ്ഥലം ഏതാ? ഒറ്റക്ക്, ശബ്ദം പുറത്തു പോകാത്ത മുറി, ആരുമില്ലാത്ത നേരം. അപ്പം ഇത്രയും കരയാം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. പൊട്ടിന് കരഞ്ഞു. ഖാലിയൻ ഒറ്റക്ക്, ജമാഅത്തിന്റെ കൂട്ടത്തിലല്ല, ഒറ്റക്ക്. അപ്പോൾ ഒലിച്ചു ഐനാഹു, അവന്റെ 2 കണ്ണുകളും. കണ്ണ് നീരൊലിച്ചു എന്നല്ല ഹദീസിലുള്ളത്, എന്തൊലിച്ചു? കണ്ണെന്നോട് ഒലിച്ചു. അതായത് ആജാതി കരച്ചിലാണ് വരുന്നത്.
ഇപ്പൊ ഇവനാരാ പറയും, ഇവനാരാ? ദോഷി. അല്ലെങ്കിൽ അങ്ങനെ കാര്യം എന്തിനാ? ഇവനാരാ മനുഷ്യ? 6 ആളും ദോഷിയല്ല, 7ാമത്തെ പെരുന്തോഷി. ഏതോ ഒരു സിനിമ ഉണ്ടീന് ഇങ്ങനെ അറിയേണ്ടതില്ല, അങ്ങനെ തോന്നിയ സ്നേഹിക്കണം. എന്നാൽ ഓനെ അള്ള പുറത്തു കൊടുക്കുന്നല്ല. എവിടെ ഇരുത്തി കൊടുക്കും? ആർഷനാണല്ലേ, അങ്ങനത്തെ ഒരു പഠിച്ചോനല്ലേ, എന്ത് പഠിക്കാത്ത ഓൻ അങ്ങനെ ഊക്കിൽ കരയാൻ കാരണം പറ ചങ്ങായി. ഓൻ അങ്ങനെ ഊക്കിൽ കരയാനുള്ള കാരണം എന്താ? എൻ്റെ പെണ്ണുങ്ങളെ ഒന്ന് തോണ്ടി. അപ്പോൾ ഞാൻ പോവുകയാണ്, ഞാൻ എൻ്റെ വഴിയിൽ നിന്ന് പോകാം, ഇവിടെ ഞാൻ നിൽക്കൂല, ഇവിടെ നിൽക്കും. അപ്പം എന്താ പറയുക? നജ് വണ്ടി വിട്ടോ. ഭാര്യയും ഭർത്താവുമ്പോൾ ഇടക്കിടക്കൊന്ന് തോണ്ടലും ഒരു കൊട്ടലൊക്കെ ഉണ്ടാവും. അതിന് വലിയ വണ്ടി വിട്ടോ. ഓളെ അടിച്ച് പൊളിച്ചോണ്ട് ഓളെ നെടുമുള്ളൊക്കെ ചവിട്ടി പൊളിച്ച് കുസിയാക്കി ഓളെ മൂലക്കെട്ടും. അപ്പോൾ ഓളെ ആങ്ങളാരും ഒക്കെ വന്ന് ഓളെ കൊണ്ടുപോകണ നേരത്തിച്ച് ഓളെ കാല് പിടിച്ച്, കുഞ്ഞാളേജ് പോകരുത് കേട്ടോ, പിന്നെ എനിക്ക് ജീവിക്കാൻ കഴിയൂലാറ് പൊട്ടി ഓളെ കാല് പിടിച്ച് അപ്പച്ചി കരയും. മനസ്സിലായോ? എന്തുകൊണ്ട്? ഓളോട് ആ ജാതി തെറ്റ് ചെയ്തിട്ടുണ്ട്. ഓളെ ചെന്ന് രാവിലെ അന്ന് അപ്പത്തിൽ പിന്നെ കുറച്ച് ഉപ്പ് കൂടി അപ്പോൾ ചെന്ന് ഒരു കൊട്ടുകൊടുത്തി. അതിന് ആങ്ങളാരെ വിളിച്ചോളൂ പോകുകയാണെങ്കിൽ എന്ത് പറയും? എപ്പോൾ പോകണം, വണ്ടി വിട്ടു പറയാല്ലേ. അതിൻ്റെ പേര് ഓൾ കേസ് കൊടുക്കുകയാണെങ്കിൽ വക്കീലിനോട് എന്ത് പറയും? ഓളേറ്റ് നമുക്ക് കോംപ്രമൈസ്, ഓളെ നമുക്ക് ശരിയാവില്ല. എന്തുകൊണ്ട്? ഓളൊന്ന് തോണ്ടാൻ വരെ പറ്റൂല, അത് നമുക്ക് പറ്റൂല. അല്ലെ നമുക്ക് മറ്റേ വക്കീലിനെയും കൂട്ടി ഞാനൊരു കോംപ്രമൈസിങ്ങിന് ഇരുന്നാലോ നടക്കൂല. അപ്പോൾ എങ്ങനെയെങ്കിലും തടിമൊന്ന് ഒഴിവാക്കി തരും. കാരണം ഞാൻ അതിന് മാത്രമൊന്നും തെറ്റൊന്നും ഓളോട് ചെയ്തിട്ടില്ല. അതേസമയത്ത് ഓളെ കാല് പിടിച്ച് കാലുമക്കൂടി മുഴുവൻ കരഞ്ഞു. മഗ്ദലന മറിയമിനെ യേശുവിനെ മുന്നിൽ കൊണ്ടുവന്നു. ഇവൾ വേശ്യാണ്, ഇവളെ എറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ കയ്യിലൊരു സയ്യിദന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മഗ്ദലന മറിയമിനെ ശിക്ഷിക്കാൻ വേണ്ടി ആളുകൾ എറിഞ്ഞുകൊല്ലാൻ കൊണ്ടുവന്നു. യേശുവിൻ്റെ കയ്യിലൊരു കമ്പുണ്ടായിരുന്നു, നിലത്തിങ്ങനെ എന്തോ കുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടേന്നു. അപ്പോൾ ഇങ്ങനെ ആൾ പോയി. കരമ്പരൊക്കെ ആരാണ് അവൻ ചെന്നു. അപ്പോൾ അവൾ മുട്ടുകുത്തിയിരുന്നു, കരഞ്ഞു. അങ്ങനെ യേശുവിൻ്റെ 2 കണ്ണുനീരും നനഞ്ഞു. എന്തുകൊണ്ട് നനഞ്ഞു? കണ്ണുനീരോട് നനഞ്ഞു. അവൾ മുട്ടുകുത്തിയിരുന്നാണ് കരഞ്ഞ് അവിടെ കരച്ച് മരിച്ചു. അവിടെ മറവ് ചെയ്തു. ആ ചർച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ചർച്ച് ദി ടെമ്പിൾ ഓഫ് ടിയേഴ്സ് എന്നാണ് പറയുക, ദി ചർച്ച് ഓഫ് ടിയേഴ്സ്. ആ ചർച്ചിൽ ഞാൻ പോയിട്ടുണ്ട്. ദി ചർച്ച് ഓഫ് ടിയേഴ്സ്, കണ്ണുനീരിൻ്റെ ചർച്ച്. ആരുടെ കണ്ണുനീരാ? മഗ്ദലന മറിയമിൻ്റെ കണ്ണുനീരാ. നമ്മൾ പറയുന്നൊരു ഉപമണ്ടല്ലോ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. യേശു പറഞ്ഞ വാക്കാ. ആരെ കൊണ്ടുവന്നപ്പോൾ? മഗ്ദലന മറിയമിനെ. ഓളാരാ? ഇസ്രായേലിലെ വേശ്യ. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും വലിയ പുണ്യവാളയായ സ്ത്രീയാണ് ആര്? മഗ്ദലന മറിയം. ദി ചർച്ച് ഓഫ് ടിയേഴ്സ്, കണ്ണുനീരിൻ്റെ ചർച്ച്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആ ചർച്ചിൽ പോയിട്ടുണ്ട്, പലവട്ടം പോയിട്ടുണ്ട്. ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പം ഏത് മതത്തിലും അങ്ങനെ തന്നെയാണ്. പാപം ചെയ്തവന് പരിഹാരം എന്താ? കണ്ണുനീര്. അവൾ കരഞ്ഞു ആത്മാർത്ഥമായി, കുമ്പിട്ടിരുന്ന് കരഞ്ഞ് യേശുവിൻ്റെ പാദം നനഞ്ഞു. അവിടെ കിടന്നു മരിച്ചു. അവിടെ പിന്നീട് ക്രിസ്ത്യാനികൾ ഒരു ചർച്ച് ഉണ്ടാക്കി. അതാണ് എന്ത്? ദി ചർച്ച് ഓഫ് ടിയേഴ്സ്, കണ്ണുനീരിൻ്റെ ചർച്ച്. ഇപ്പോൾ ആ ചർച്ചിൻ്റെ ഉള്ളിലാണ് അവരുടെ ഖബർ. നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖൽവത്ത് പഠിക്കണം. ഖൽവത്ത് പഠിക്കാൻ പറ്റിയ സമയം അപ്പോൾ ഒറ്റക്ക് പറയാം. ആരോട്? അള്ളാഹിനോട്. പെണ്ണുങ്ങൾ മാപ്പിളയൊക്കെ കൂടിയിരുന്ന് ദുആ ചെയ്തോളി. പക്ഷെ ഇനി ഓള് പോയാൽ വേറെ എനിക്ക് കുറച്ചും കൂടി പറയാനുണ്ട്. അത് ഓളറിയാൻ പാടില്ല. ഓളറിഞ്ഞാൽ അന്ന് പോയാൽ പിന്നെ ഓൾ വരില്ല. അത് ഓള് പറയാൻ പാടില്ല. അതെൻ്റെ മകളറിയാൻ പാടില്ല. അപ്പോൾ മകളറിയണമെങ്കിൽ അറിഞ്ഞാൽ മകളോട് എനിക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. നിങ്ങളെ ഞമ്മക്കറിയില്ല വാപ്പേ, അത് പറയും. അപ്പോൾ അതാരും അറിയണ്ട. ആരെ അറിഞ്ഞോട്ടെ? അല്ലാഹ് മാത്രം. മുത്തുനബി എന്നോട് പറഞ്ഞു, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളെ കൂടെ ഉള്ളിൽ എപ്പോഴും ആരുണ്ടല്ലോ, റസൂലുള്ളാഹ് പറഞ്ഞു. വേറെ ആരും അറിയണ്ട. അമ്മോശാക്കറിയണ്ട, പെണ്ണുങ്ങളറിയണ്ട. പെണ്ണുങ്ങളെ മുന്നിൽ നല്ല ടിപ്പ് ടോപ്പായിട്ട് വരും. അപ്പോൾ എല്ലാവരും പറയും, ഇജ്ജ് മരിച്ചാൽ ഇങ്ങനൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, ഒരു കറാത്ത് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല എന്നോട് നാട്ടുകാരോടൊക്കെ പറയും.
അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്ത് ഹറാമ്? പക്ഷെ ഇത് വേറെ ആരും അറിഞ്ഞിട്ടില്ല. മറ്റൊരു കടലാസ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത് മരിച്ചാൽ നാട്ടിലൊക്കെ യോഗം കൂടും. നികത്താനാവാത്ത വിടവ്. നമ്മുടെ നാട്ടിലെ മണിക്കല്ലായിരുന്നു അമുക്കിൻ്റെ അമുക്കാണ്. പക്ഷെ ആരറിഞ്ഞിട്ടില്ല. നാട്ടുകാർ ആരറിഞ്ഞിട്ടുണ്ട്? അഞ്ച് കരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞു. മനസ്സിലായോ? തന്നെ മനുഷ്യനാണോ? തെറ്റിയും. കുല്ലുബിന് ആദമ ഖത്താഊൻ. ആദമിൻ്റെ മക്കളൊക്കെ തെറ്റിയും. വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ. തെറ്റ് ചെയ്തവരിൽ ഏറ്റവും നല്ലവർ അള്ളാഹിനോട് കരഞ്ഞവരാണ്, മാപ്പ് ചോദിച്ചവരാണ്. ആദമിൻ്റെ മക്കളൊക്കെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? തെറ്റും. തെറ്റിന് അളവിലെ വ്യത്യാസം ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? തെറ്റിയും. മനുഷ്യന്മാരങ്ങനെയല്ലേ? തെറ്റിയും. മനുഷ്യന്മാരങ്ങനെയല്ലേ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒരു അവസരം തരിക. എല്ലാ കുറ്റവും അള്ളാഹു പുറത്തു തരും. എല്ലാം. അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. ഇവിടെ രണ്ട് സിഫത്ത് പറഞ്ഞു. ഒരു കാര്യം ചെയ്തപ്പോൾ രണ്ട് സിഫത്ത് പറഞ്ഞു. എന്താ ചെയ്ത്? മാപ്പപേക്ഷിച്ചു. അള്ളാഹ്ക്കവിടെ രണ്ട് സിഫത്ത. ഒന്ന് പുറത്തു തരിക. പുറത്തു തരേണ്ട കാരണമാണ് അവൻ്റെ എന്ത്? കരുണ. അവൻ്റെ അടിമകളോട് അവൻ അത്രയും പറയും കരുണയാണ്. എക്കര കരുണയാണ്. അപ്പോൾ അതൊക്കെ കൂട്ടത്തിൽ കൂടിയാൽ പോരാ. ഒറ്റക്ക് കാര്യമാണ്. പക്ഷേ നീ എനിക്ക് പുറത്തു തരണം. أوله رحمة وأوسطه مغفرة وآخره عتق من النار. അതുപോലെ റഹ്മത്താണ്, മഗ്ഫിറത്താണ്. ഈ നിങ്ങൾ ഉഷാറിലിരിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങോട്ട് നോക്ക്. എടോ, ഇത്തൊക്കെ പറഞ്ഞാൽ എന്താ? ഇത്തൊക്കെ പറഞ്ഞാൽ എന്താ? ഇത്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 4 മൊബൈലിനേരി. ഇത്തൊക്കെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇത്തൊക്കെന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ സ്ഥലത്തിന് അർഹനായ വ്യക്തിയെ അതിന്ന് വലിച്ച് പുറത്തേക്കിടുക. പിടിച്ചോ, ഇതാണ് ഇത്തൊക്കെ. അപ്പം എന്താ അർത്ഥം? രണ്ടാമത്തെ 10 എൻ്റെ മഗ്ഫിറത്ത് ആത്മാർത്ഥാണെങ്കിൽ 3-ാമത്തെ 10 അള്ളാഹ്ക്ക് പിന്നെ ഒറ്റപ്പണിയുള്ളൂ. അന്നം വലിച്ചിട്ട് പുറത്തേക്കിടുക. നരകത്തിൻ്റെ ലിസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ എൻ്റെ പേരുണ്ട്. അവിടെ വലിച്ചിടുക. വെട്ടത് അറിയാം. മലക്കിനോട് പറയാം വെട്ട്. അതിനെന്ത് വേണം? 2-ാമത്തെ 10 മഗ്ഫിറത്ത് ആത്മാർത്ഥായാൽ 3-ാമത്തെ 10 എന്തേ ഉണ്ടാവുള്ളൂ? പണി. വലിച്ചിട്. വെട്ട്. 2-ാമത്തെ 10 ഭയങ്കര ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വലിച്ചിട്ടാണ്. അർത്ഥം നോക്കി. അവ്വലുഹു റഹ്മത്തുൻ. 1-ാമത്തെ റഹ്മത്തിൻ്റെ 10. 2 മഗ്ഫിറത്തിൻ്റെ 10. അള്ളാഹു തആലയോട് നമ്മൾ പൊറുക്കണത്തിടുക. അള്ളാഹ് പുറത്തും തരിക. പിന്നെ 3-ാമത്തെ 10 വലിച്ചിടുക. മലക്ക് പിന്നെയും അവിടെ കുഞ്ഞാമുട്ടി എന്നുള്ള പേരുണ്ട്. ഒന്ന് ലിസ്റ്റ് കൊണ്ട് നോക്കും. അപ്പോൾ അള്ളാഹു തആല മലക്കിനോട് പറയാം, ഇവൻ്റെ പേരെന്തിനാ തിരുക്കുന്നത്? ഓൻ കഴിഞ്ഞ മിഞ്ഞാന്ന് വരെ എന്ത് കരച്ചില്ല കാര്യം വിട്ടത്. ഇതാണ് എന്ത് ചങ്ങായി? ഇതാണട ചങ്ങായി എന്ത്? ഇത്തക്കിന് വേണമെങ്കിൽ മഗ്ഫിറത്ത് ചെയ്യണ്ടേ, ഇസ്തിഗ്ഫാർ ചെയ്യണ്ടേ? ചെയ്തു. എല്ലാം കൂടി കൂട്ടി അവസാനത്തെ 10 പറ്റൂലേ? പറ്റായല്ല. അത് പിന്നെ രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും എല്ലാം കൂടി കൂട്ടി ഒരു മുണങ്ങൽ. അതുപോലെയാണ്. രാവിലത്തെ പുട്ടും ഉച്ചക്കത്തെ മീൻ പൊരിച്ചവും ചോറും വൈകുന്നേരത്തെ ചപ്പാത്തിയും കറിയും എല്ലാം കൂടി കൂട്ടിയിട്ട് ആണ് തട്ടാണെങ്കിൽ ചിറപ്പായി. മനസ്സിലായില്ല? എല്ലാം കൂടി 3-ാമത്തെ 10 പറ്റൂല. പറ്റായൊന്നുമില്ല. പക്ഷെ അതാത് സമയത്താണെങ്കിൽ അതാണ് ആരോഗ്യം. 1-ാമത്തെ 10 റഹ്മത്ത് വെച്ചു, 2-ാമത്തെ 10 മഗ്ഫിറത്ത് വെച്ചു. അപ്പം ഞാൻ 3-ാമത്തെ 10 ഇത്തൊക്കെ ചോദിക്കണം. ഇത്തൊക്കെ അവിടെ കിട്ടും. പിന്നെ എനിക്ക് അവിടെ ഇത്തൊക്കെ ചോദിക്കണ്ടുള്ളൂ. ഇത്തൊക്കെ അർത്ഥം എന്താ? പഠിച്ചോനെ, എൻ്റെ ലിസ്റ്റ് മറ്റേതാണ്, കറുത്ത ലിസ്റ്റിലാണ്. ഞാൻ ഇത് വെളുത്ത ലിസ്റ്റിലാക്കണം. അത് അള്ളാഹ് തന്നെ തീരുമാനിച്ചു. ഏത് 10 തീരുമാനിച്ചിട്ടുണ്ട്? മഗ്ഫിറത്തിൻ്റെ 10 തീരുമാനിച്ചിട്ട് പിന്നെ വെട്ടണം. ഇതാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പം മഗ്ഫിറത്ത് ഈ 3-4 ദിവസം കൂടെ വാങ്ങിപ്പോണം. എന്നിപ്പോൾ എത്ര? 16. ഇനി 3-4 ദിവസം എന്തിനുള്ളൂ? മഗ്ഫിറത്തിൻ്റെ 10 അവസാനത്തെ എഴുത്തക്കാണ്. വലിച്ച് പുറത്തേക്ക് അങ്ങനെ ഇടുക.
അവലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനൻ നാർ. ഇതാണ് പറഞ്ഞത് ലോജിക് അതാ. അപ്പൊ ഇപ്പൊ നമ്മൾ ഒറ്റ കുത്തിരിക്കണം. എന്ത് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിർ ദംബിൽ അളീമി. ഇലാഹി, എൻ്റെ ഇലാഹേ, എൻ്റെ റബ്ബേ, എൻ്റെ പടച്ചോനെ അല്ലാഹ്, ലസ്തു ലിൽ ഫിർദൗസി അഹ്ലൻ, സ്വർഗ്ഗത്തിന്റെ അവകാശിയൊന്നും ഞാനല്ല. എൻ്റെ പണിയൊക്കെ മോശ, എൻ്റെ പണിയൊക്കെ മോശ. എന്നാലാകട്ടെ നരകത്തിൽ കിടക്കാൻ മാത്രമുള്ള ശക്തിയൊന്നും എന്റെ തടിക്കില്ല. എനിക്ക് തൗബ തരുകയും എന്റെ ദോഷങ്ങളെ പുറത്തു തരുകയും ചെയ്യണം. കുറ്റം എത്രയേറെ വലുതായാലും പുറത്തു തരുന്നത് നീ തന്നെയല്ലേ. എന്താ പറയാനുള്ളത്? അത് ഈ ആയത്തിന്റെ അർത്ഥമല്ലേ? ഈ ആയത്തിന്റെ അർത്ഥമാണ് ആ പാട്ട്. ഇല്ല, ചൊല്ലിയൊക്കെ إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم. പഴയ കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്തും ഈ അടുത്ത കാലത്ത് മൈക്കൊക്കെ വന്നതിന് ശേഷം അത്താഴത്തിന് എണീക്കുമ്പോൾ ഈ ബെയ്ത്ത് അങ്ങനെ പലവട്ടം മുല്ലാക്ക് ചെല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൈക്ക് തുറന്നിട്ട് അങ്ങനെ ചെല്ലും. എന്തതിനർത്ഥം? ഇത് ചെല്ലിക്കൂടി, ഇതാണ് നേരം. മനസ്സിലായില്ല? ഞാൻ കേട്ടിട്ടുണ്ട്. അത്താഴ നേരത്തെ മുല്ലാക്കാർ മൈക്ക് തുറന്നിട്ട് ബെയ്ത്ത് അങ്ങനെ ഇല്ലു, കേട്ടവർക്ക് കൈപൊക്കാം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ഞാൻ കേട്ടിട്ടുണ്ട്. മൈക്ക് തുറന്നിട്ട് മുല്ലാക്കാരി എന്തിനാണത് ചെല്ലിക്കൂടി? ഇത് എല്ലാം നേരപ്പം അത്താഴ നേരം ഇല്ല. അത്താഴ നേരങ്ങളിൽ അവർ പുൽക്കലിനെ തേടും. എല്ലാവരും ഉറങ്ങിക്കിടക്കണ നേരത്ത് അവരെണീറ്റിട്ട് ഇത് പൊറുക്കലിന് തേടും. ഇതിപ്പോ നമ്മൾ ഓതിയ ഈ ആയത്താണത്. ബഹുമാനപ്പെട്ട സുമർ അധ്യായത്തിന്റെ 53-ാമത്തെ ആയത്താണ് ഇപ്പൊ ഞാൻ ഓതിയത്. أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ഈ ആയത്ത് സുമർ അധ്യായത്തിന്റെ 53-ാമത്തെ ആയത്താണ്. ഈ ആയത്തിന്റെ കവിതയാണ് എന്ത്? إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم. എത്രയെന്ന് പറയണ്ടെങ്ങായി അതാരും പറയണ്ട. സന്യാസിയോടും സ്ത്രീയോടും മുൻകാല ജീവിതം ചോദിക്കരുതെന്നാണ് പ്രമാണം. അതൊരു പ്രമാണം. പെണ്ണുങ്ങളോട് കല്യാണം കഴിഞ്ഞവളോടും വീട്ടിൽ കൂടുന്ന ദിവസം പിന്നെ ആരോടെങ്കിലൊക്കെ വല്ല കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണ്ട. ചോദിച്ചാൽ എൻ്റെ ജീവിതം ഒന്ന് പടക്കും. മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം ഓൾ മോശമെന്നല്ല, ഓൾ നല്ലോളാണ്. എന്നാലും ചോദിക്കണ്ട. സന്യാസിയോട് മനസ്സിലായില്ല. ആത്മീയതയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വല്ല കുതിരവിടലുണ്ടായിരുന്നോ എന്ന് ആരോട് ചോദിക്കണ്ട. സന്യാസിയോടും സ്ത്രീയോടും മുൻകാല ജീവിതം ചോദിക്കരുത്. ഇത് പ്രമാണമാണ്. ഇവരോട് എന്താ പറയേണ്ടത്? ഇനി നമുക്ക് രണ്ടൊക്കെ നല്ല എനിക്ക് കഴിഞ്ഞൂടെ. നിങ്ങളാണ് ഇപ്പോഴത്തെ കാലം, നിങ്ങളാണ്. ഇനി നിങ്ങളെ തരാൻ പറ്റൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ നല്ല തന്നെയാണ്. ചിലപ്പോൾ ഇവിടെ കാഴ്ചയായിരിക്കും. ഇനി മുതൽ നല്ലൊക്കെ പോവുക. മനസ്സിലായി? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? രണ്ടാളോട് മുൻകാല ജീവിതം ചോദിക്കരുത്. ഒന്ന് സ്ത്രീയോട്, എങ്കിലും എൻ്റെ ജീവിതം അടക്കവും. പിന്നെ പള്ളിക്കിലെ ഇമാമിനോട് നിങ്ങൾ പണ്ട് എന്തെങ്കിലും കുതിരവിട്ടെന്ന് ചോദിച്ചാൽ മൂപ്പരെങ്ങാനും അങ്ങനെ പറയുകയാണെങ്കിൽ മൂപ്പരൊന്ന് ചിരിച്ചാൽ മതി. എന്നാൽ തന്നെ എനിക്ക് പിന്നെ മോമുമായി ഒരു സുഖം ഉണ്ടാവില്ല. ഒന്നും ചോദിക്കണ്ട. മനസ്സിലായില്ലേ? അത്ര നമ്മളൊന്നും ഒക്കെ ഞാൻ അതൊക്കെ ഉള്ള പുറത്ത് കൊടുത്തിട്ടുണ്ടാവും. എല്ലാം പുറത്തിടും ആരാണ്? അല്ലാഹ്. إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي
فإنك غافر ذنب العظيم حسبي ربي جل الله لا إله أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار